വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിനെ പിശാച് അവൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ, പിശാച് അവനെ എതിർത്ത് നിൽക്കുമ്പോൾ, പിശാച് അവനെ വീഴ്ത്താൻ നോക്കുമ്പോൾ അവൻ ഏത് രീതിയിൽ അതിനെ അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഇത് വീണ്ടും ജനിച്ച ഓരോ ദൈവ പൈതലിനും വേണ്ടിയുള്ള സന്ദേശമാണ്. ഒരു വ്യക്തി യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചിട്ടുണ്ടെങ്കിൽ ഹി ഈസ് ആക്ച്വലി ഇൻ എ ബാറ്റിൽ, ഒരു യുദ്ധത്തിലാണ് ഒരു ദൈവ പൈതലായിരിക്കുന്നത്. വീണ്ടും ജനിച്ച ഓരോ ദൈവ പൈതലിനും ഒരു ബാറ്റിലുണ്ട്. ആ ബാറ്റിൽ ഉണ്ടെന്നുള്ളത് ആദ്യം നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ പലപ്പോഴും ഈ ഉപദേശങ്ങളുടെ പ്രശ്നം കാരണം ഈ ബാറ്റിൽ എന്ന് പറയുന്നത് രോഗമാണ്, ഈ ഉപദ്രവം എന്ന് പറയുന്നത് രോഗമാണ്, ദാരിദ്ര്യമാണ്, ഇല്ലായ്മയാണ്, പോരായ്മയാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ ഒരു റിസൾട്ടിനെ, അതാണ് യുദ്ധം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുക. അതല്ല ദൈവത്തിന്റെ ആഗ്രഹം. ഒരു വ്യക്തി രോഗത്തിൽ കഴിയണമെന്നോ, ഒരു വ്യക്തി ദാരിദ്ര്യത്തിൽ കഴിയണമെന്നോ, ശാപത്തിൽ കഴിയണമെന്നോ അല്ല. യേശു ശാപം നീക്കാനാണ് ക്രൂശിൽ മരിച്ചത്. അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടത്. മാത്രമല്ല യേശു കാൽവറി ക്രൂശിൽ ആ വില കൊടുത്തത് തന്നെ ഓരോ വ്യക്തിയുടെയും വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ്. എന്തിൽ നിന്നാ വീണ്ടെടുപ്പ്? പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്. പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ ശാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്. ശാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിലേക്കുള്ള വാതില. അനുഗ്രഹം എന്ന് പറയുമ്പോൾ അതിനകത്ത് വെറും പണം മാത്രമല്ല. അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും ദൈവം ഒറിജിനലായിട്ട് അവനെ ഉണ്ടാക്കിയതിന്റെ മുഴുവൻ നന്മകളും അനുഭവിക്കാനായിട്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. എന്ന് വെച്ചാൽ ശുഭവും സുഖവും ഇത് രണ്ടും ദൈവത്തിന്റെ ഹിതമാണ്. ഇറ്റ് ഈസ് ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഹിതമാണ്. പക്ഷെ അപ്പം അതിന്റെ അടിസ്ഥാനം ഇരിക്കുന്നത് ആത്മീക ജീവിതത്തിന്റെ വളർച്ചയാണ്. അപ്പോൾ തന്നെ ആത്മാവിൽ ഉണ്ടായിരിക്കുന്ന ആ വീണ്ടും ജനനത്തിന്റെ പരിജ്ഞാനം ബുദ്ധിയിൽ അഥവാ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ, അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അപ്പം എല്ലാ വീണ്ടും ജനിച്ച ദൈവ പൈതലിനും ഒരു യുദ്ധമുണ്ട്. സാധാരണ എപ്പോഴാണ് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം വരുന്നത്? രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം വരുമ്പോൾ ഒരു ടെറിട്ടറി കോൺഫ്ലിക്റ്റ് വരുമ്പോഴാണ്. ഏറ്റവും ദാരിദ്ര്യമുള്ള ഒരു രാജ്യത്തിനോട് വേറൊരു രാജ്യം പോയി യുദ്ധം ചെയ്യത്തില്ല. സമ്പന്നതയുള്ള ഒരു രാജ്യത്തോടെ വേറൊരു രാജ്യം പോയി യുദ്ധം ചെയ്യത്തുള്ളൂ. എന്താന്ന് വെച്ചാൽ അവരുടെ സമ്പന്നത ഇവർക്ക് പിടിച്ചെടുക്കാനായിട്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നരകവും പിശാചും ഒരു വീണ്ടും ജനിച്ച ദൈവ പൈതലിന് എതിരെ യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിക്ഷേപം വളരെ വിലപ്പെട്ടതാണ്. വിലപ്പെട്ടത് ഉള്ളത് കൊണ്ടാണ് അതിനൊരു പോരാട്ടം ഉണ്ടാകും, അതിനൊരു യുദ്ധം ഉണ്ടാകും. ഈ കള്ളന്മാര്, ഈ പിക്ക് പോക്കറ്റ് അടിക്കുന്നവർ പോലും അവര് എല്ലാവരുടെയും പേഴ്സ് പിക്ക് പോക്കറ്റ് അടിക്കത്തില്ല. അവർക്കറിയാം ഇന്ന ആളുടെ പേഴ്സ് അടിച്ചാൽ അതിനകത്ത് എന്തെങ്കിലും കാണും. ഈ പേഴ്സിൽ കാശില്ലാതെ വെറും സ്റ്റൈലിന് പേഴ്സ് കൊണ്ടുപോകുന്നവനെ കണ്ട അവനറിയാം. അവന്റെ അടുത്തോട്ട് 7 അയലോക്കത്തോട്ട് പിക്ക് പോക്കറ്റുകാരൻ പോകത്തില്ല. പക്ഷെ പേഴ്സിൽ കാശുള്ളവനെ കണ്ടുപിടിച്ചിട്ട് അവന്റെ അടുക്കെന്ന് മാത്രമേ അവൻ പിക്ക് പോക്കറ്റ് അടിക്കത്തുള്ളൂ. എന്താന്ന് വെച്ചാൽ അവൻ അത്രയും എടുക്കുന്ന എഫേർട്ട് വെറുതെ പോകരുത്. അവൻ അറിയാം ഏത് പേഴ്സ് അടിച്ചാൽ അതിനകത്ത് കാശ് കാണും. അങ്ങനെയാണെങ്കിൽ പിശാച് എല്ലാരോടും പൊരുതാൻ പോകത്തില്ല. പക്ഷെ ഒരു വീണ്ടും ജനിച്ച ദൈവ പൈതലിന് വചനം പറയുക അവനൊരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ആർക്കും തരാൻ സാധിക്കാത്ത വിലപ്പെട്ടത് അവന്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുക. ആ നിക്ഷേപം ഉള്ളത് കൊണ്ടാണ് അവനെതിരെ പിശാച് യുദ്ധം ചെയ്യാനായിട്ട് നോക്കുന്നത്. എങ്കിലും
പിശാചിന്റെ എല്ലാ ആയുധങ്ങളും വചനം പറയുന്നു യേശു കാൽവറി ക്രൂശിൽ അടിയറ വെപ്പിച്ചു. പിശാചിന്റെ കയ്യിൽ ഇനി ആയുധമൊന്നുമില്ല. പക്ഷേ അവൻ ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഒരു ദൈവ പൈതലിനെ വീഴ്ത്താനായിട്ട് നോക്കുമ്പോൾ വചനം പറയുന്ന ഒരു ഒരു ആയുധങ്ങൾ, സർവായുധ വർഗം നമുക്ക് വേണ്ടി വചനം വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കണം. ആദ്യം അത് മനസ്സിലാക്കണം, രണ്ട്, അത് നമ്മൾ ഉപയോഗിക്കണം. ആദ്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഒരു വാക്യത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. യാക്കോബ് 4:7 അതിങ്ങനെയാ പറയുന്നത്, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനെ എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. സാധാരണ എല്ലാവരും ഈ പിശാചിനെ എതിർത്ത് നിൽപ്പീൻ എന്നാൽ അവൻ നിങ്ങളെ ഓടിപ്പോകുമെന്നുള്ളതാണ് വചനം പറയുമ്പം സാധാരണ പറയുന്നത്. പിശാചിനെ എതിർത്ത് നിൽപ്പീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇംഗ്ലീഷ് ബൈബിളിൽ ആംപ്ലിഫൈഡിൽ ഇങ്ങനെയാ പറയുന്നത്, സോ സബ്മിറ്റ് ടു ദി അതോറിറ്റി ഓഫ് ഗോഡ്, ബ്രാക്കറ്റിൽ അതോറിറ്റി ഓഫ് ഗോഡ്. അത് കഴിഞ്ഞിട്ട് പറയാ, റെസിസ്റ്റ് ദ ഡെവിൾ, സ്റ്റാൻഡ് ഫേം അഗെയിൻസ്റ്റ് ഹിം ആൻഡ് ഹി വിൽ ഫ്ലീ ഫ്രം യു. മലയാളം ബൈബിളിൽ പറയാ, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. ആംപ്ലിഫൈഡ് അതിനെ ഒന്നുകൂടെ അതിന്റെ അർത്ഥം എന്താണെന്ന് പറയാ, ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന അധികാരത്തിന് കീഴടങ്ങുക. ആ അധികാരത്തിന് കീഴ്പ്പെടുത്തുകയും പിശാചിനെ എതിർത്ത് നിൽക്കുകയും ചെയ്താൽ പിശാച് ഓടിപ്പോകും. ഞാന് ഇവിടെ ഒരു കാര്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുക. പല ദൈവമക്കൾക്കും പിശാചിനെ എതിർക്കാൻ ഭയങ്കര ആഗ്രഹം, പക്ഷേ അധികാരത്തിന് കീഴ്പ്പെടാൻ അറിയത്തില്ല. അവരെ അധികാരത്തെ എതിർക്കും, പിശാചിനോട് തോക്കും. അധികാരത്തിന് കീഴ്പ്പെടാത്ത ഒരാൾക്ക് ഒരിക്കലും പിശാചിനെ എതിർക്കാൻ സാധിക്കത്തില്ല. താഴേണ്ടടുത്ത് താഴണം. ദൈവവചനം പറയുക, അധികാരത്തിനാണ് നമ്മൾ താഴേണ്ടത്. ദൈവ വചനം പറയുക അധികാരത്തിന്, ദൈവത്തിന് കീഴ്പ്പെടുവീൻ എന്ന് പറയുമ്പോൾ അവിടെ ആംപ്ലിഫൈഡ് ബൈബിൾ പറയുക ദി അതോറിറ്റി ഓഫ് ഗോഡ്, ദൈവമാക്കി വെച്ചിരിക്കുന്ന അധികാരത്തിന് കീഴ്പ്പെടുക. മാതാപിതാക്കന്മാർ ഒരു അധികാരമാണ്, ഭർത്താവ് ഒരു അധികാരം, ദൈവദാസൻ ഒരു അധികാരമാണ്, ഗവൺമെന്റ് ഒരു അധികാരമാണ്, നിയമം ഒരു അധികാരമാണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ ബോസ് ഒരു അധികാരമാണ്. അവിടെ നമ്മൾ കീഴ്പ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അത് പ്രൊട്ടക്ഷൻ, ഇറ്റ്സ് എ പ്രൊട്ടക്ഷൻ. പക്ഷെ നമ്മൾ അവിടെ എതിർത്ത് നിൽക്കുമ്പോൾ അത് നമുക്ക് ഹാനികരം. ദൈവത്തിന് കീഴ്പ്പെടുകയും പിശാചിനെ എതിർക്കുകയും ചെയ്യുമ്പോഴാണ് പിശാച് വിട്ട് പോകുന്നത്. ഇന്ന് പലരുടെയും ജീവിതത്തിൽ അവര് ശാസിക്കുന്നു, അവര് കൽപ്പിക്കുന്നു, അവരെന്തൊക്കെയോ പറയുന്നു, പക്ഷെ പിശാച് പോകാത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അധികാരത്തിന് കീഴ്പ്പെടുവാനായിട്ട് പലരെ കൊണ്ടും സാധിക്കുന്നില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അധികാരത്തിന് കീഴ്പ്പെടുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. അങ്ങനെ കീഴ്പ്പെടുമ്പോൾ പിശാചിനെ ഞാൻ എതിർത്ത് നിൽക്കുമ്പോൾ അതിന് എൻ്റെ ജീവിതത്തിൽ ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല. അതോറിറ്റി ഈസ് എ പ്രൊട്ടക്ഷൻ. സോ നമ്മൾ ഇന്ന് എങ്ങനെയാണ് ഇതിനെ എതിർത്ത് നിൽക്കുന്നത്? വചനം എന്താണ് പറയുന്നത്? അതിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ എഫേസ്യർക്ക് എഴുതിയ 6-ന്റെ 10 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഇംഗ്ലീഷിൽ ആംപ്ലിഫൈഡും കൂടെ ഞാൻ റെഫർ ചെയ്ത് നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുക. ഈ ഭാഗം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം. ഇത് മനസ്സിലായാൽ ഇത് ഓപ്ഷണൽ അല്ല. വീണ്ടും ജനിച്ച ഓരോ ദൈവ പൈതലിന്റെയും ജീവിതത്തിൽ ഇത് ആവശ്യമല്ല, അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് വചനം ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
സോ നമുക്ക് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6:10 തുടങ്ങിയുള്ള വാക്യത്തിലേക്ക് നമുക്ക് പോകാം. 18 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. 10-ാമത്തെ വാക്യം മലയാളത്തിൽ ഇങ്ങനെയാ പറയുന്നത്: ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഇംഗ്ലീഷിൽ അത് ആംപ്ലിഫൈഡ് ഇങ്ങനെയാ പറയുന്നത്: ഇൻ കൺക്ലൂഷൻ ബി സ്ട്രോങ് ഇൻ ദ ലോർഡ്, draw your strength from him and be empowered through your union with him and in the power of his boundless might. ഇവിടെ മലയാളം ബൈബിൾ പറയുന്നത് കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഇംഗ്ലീഷ് ബൈബിൾ ആംപ്ലിഫൈഡ് അത് ഒന്നുകൂടെ പറയാം. എങ്ങനെയാണ് ശക്തിപ്പെടുന്നത്? ദൈവവുമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മയാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. ഞാനൊരു കാര്യം പറയാം. ഒരു വീണ്ടും ജനിച്ച ദൈവ പൈതലിന്റെ ജീവിതത്തിൽ there will always be situations, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകാം, നിങ്ങൾക്ക് ആകുലതകൾ ഉണ്ടാകാം. ഇതെല്ലാം ഇടുന്നത് പിശാച്. പക്ഷേ വചനം പറയാ ബലപ്പെടുവീൻ എന്നാ പറഞ്ഞു. നിങ്ങൾ വേണം ബലപ്പെടാൻ. ഞാൻ എന്നെ തന്നെ ബലപ്പെടുത്തണം. പഴയ നിയമത്തിൽ ഒരിടത്ത് ദാവീദിനെ കുറിച്ച് ഇങ്ങനെയാ വായിക്കുന്നത്: ഡേവിഡ് എൻകറേജ്ഡ് ഹിംസെൽഫ് ഇൻ ദ ലോർഡ്. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഒരു ഉറപ്പ് വേണം, എന്നെ ദൈവമാണ് വിളിച്ചിരിക്കുന്നത്. ഞാനൊരു വിളിയുടെ പുറകെ ഇറങ്ങിയ വ്യക്തിയാണ്. എന്നെക്കുറിച്ച് വ്യക്തമായി എൻ്റെ അപ്പന് ഒരു കാഴ്ചപ്പാടുണ്ട്. എൻ്റെ അപ്പൻ എന്നെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഒരു ദിവസത്തേക്കിനോ ചില മണിക്കൂർ നേരത്തേക്കിനോ അല്ലെ ഒരാഴ്ചത്തേക്കിനോ നിലനിൽക്കുന്ന ചില കാര്യങ്ങളെ കണ്ട് ഞാൻ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ എന്നെ തന്നെ ബലപ്പെടുത്തണം, ഞാൻ എന്നെ തന്നെ ശക്തീകരിക്കണം. പക്ഷെ ആർക്കേ ശക്തീകരിക്കാൻ സാധിക്കത്തുള്ളൂ? കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തീകരിക്കണം എന്ന് പറയുമ്പോൾ ആംപ്ലിഫൈഡ് പറയാ ഇൻ യൂണിയൻ വിത്ത് ഹിം, എ പേഴ്സൺ ഹു ഈസ് ഇൻ യൂണിയൻ. യേശുവുമായി. അപ്പൊ ഇത് തുടങ്ങുമ്പോൾ തന്നെ പ്രാർത്ഥനയുടെ അത്യാവശ്യകതയില്ല ഇത് തുടങ്ങുന്നത്. ഇത് അവസാനിക്കുമ്പോഴും പ്രാർത്ഥനയുടെ അത്യാവശ്യകതയില്ല ഇത് അവസാനിക്കുന്നത്. അപ്പം ഇത് വചനം പറയാ, നിങ്ങൾ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ, യേശുവുമായിട്ടുള്ള യൂണിയനിൽ. ഇവിടെ പറയാം നിങ്ങൾക്ക് ആ ബലം കിട്ടണോ? ആ ബലം കൂട്ടായ്മയിൽ കൂടെ കിട്ടത്തുള്ളൂ. ആരുമായിട്ടുള്ള കൂട്ടായ്മയിൽ? യേശുവുമായിട്ടുള്ള കൂട്ടായ്മയിൽ. അപ്പൊ ഓരോ വീണ്ടും ജനിച്ച ദൈവ പൈതലിനും യേശുവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ അവന് ദൈവ ബലത്തിൽ അവന് ബലപ്പെടാൻ സാധിക്കത്തുള്ളൂ. അവനെ തന്നെ ഉറപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. അതില്ലാത്ത ഒരുത്തൻ ഈ ഉണങ്ങിയ ഇല പോലെ ആയിരിക്കും. കാറ്റ് ഏത് വശത്തടിക്കുന്നോ ആ വശത്തേക്ക് പറന്നു പോകും. ഹി വിൽ നോട്ട് ഹാവ് എനി സ്റ്റെബിലിറ്റി. ഇന്ന് യേശുവുമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തിക്ക് ശക്തി പ്രാപിക്കാൻ സാധിക്കത്തില്ല. എനിക്ക് ബലഹീനതയാന്ന് പറയുകയല്ല. ഇപ്പം മൊബൈലിന് ചാർജ് ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് പവർ ഉള്ള ഒരു സോഴ്സുമായിട്ട് കുത്തി കഴിയുമ്പോൾ അതിന് ചാർജ് ഉണ്ടാകും, അതിന് പവർ ഉണ്ടാവും. അതുപോലെ തന്നെ വീണ്ടും ജനിച്ച ദൈവ പൈതൽ തളർച്ച അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ബലഹീനത അനുഭവിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ എൻ്റെ അപ്പനുമായിട്ടുള്ള കണക്ഷൻ അവിടെ വർദ്ധിപ്പിച്ചാൽ ആ പവർ എൻ്റെ ഉള്ളിലേക്ക് വരും. ഞാൻ വീണ്ടും ചാർജ് ആകും. പരിശുദ്ധാത്മാവിൽ ഞാൻ വീണ്ടും ചാർജ് ആവും. പരിശുദ്ധാത്മാവിന്റെ ശക്തി എൻ്റെ ഉള്ളിൽ വീണ്ടും വരും. അപ്പൊ അവിടെയാണ് ഈ നമ്മുടെ യുദ്ധത്തിന്റെ ആദ്യത്തെ തുടക്കം. അതില്ലാതെ ഒരു വ്യക്തിക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കത്തില്ല. രണ്ടാമത്തെ വാക്യം, അതായത് 11-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. അപ്പൊ ഇവിടെ ഒരു യുദ്ധത്തിന് പോകുന്ന ഒരാൾക്ക് എങ്ങനെ ഒരു സർവായുധ വർഗം ഉണ്ടോ അതുപോലെ തന്നെ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിന് സർവായുധ വർഗമുണ്ട്. അത് ധരിക്കേണ്ട ആവശ്യം എന്നാന്ന് വെച്ചാൽ, പിശാചിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ ആ ആയുധങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ അത് പറയുന്നത്, put on the full armor of God, for his precepts are like the splendid armor of a heavily armed soldier. Precepts എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങൾ.
ഇപ്പൊ ദൈവത്തിന്റെ പ്രമാണങ്ങളെല്ലാം നമുക്കൊരു ആയുധം പോലെയാണ്, നമുക്ക് ഉപയോഗിക്കാം. ഏതിനെതിരെ? അവിടെ ഇംഗ്ലീഷ് ബൈബിളിൽ പറയാ, സോ ദാറ്റ് യു മേ ബി ഏബിൾ ടു സക്സസ്ഫുള്ളി സ്റ്റാൻഡ് അപ്പ് അഗെയിൻസ്റ്റ് ഓൾ ദ സ്കീംസ് ആൻഡ് സ്ട്രാറ്റജീസ് ആൻഡ് ഡിസീറ്റ്സ് ഓഫ് ദ ഡെവിൾ. പിശാച് എപ്പോഴും വഞ്ചിക്കാനാണ് നോക്കുന്നത്. ഹവ്വായെ വഞ്ചിക്കുകയായിരുന്നു, ആദാമിനെ വഞ്ചിക്കുകയായിരുന്നു. പിശാചിന്റെ സ്ട്രാറ്റജിക്ക് ഒരു വ്യത്യാസവും ഇല്ല. യേശുവിനെ വഞ്ചിക്കാനാണ് നോക്കിയത്. അപ്പൊ മനസ്സിലാക്കണം, ദൈവത്തിന്റെ സർവായുധ വർഗം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ, പിശാചിന്റെ ഏത് സ്ട്രാറ്റജിയെയും മുറിക്കാനായിട്ട് ദൈവത്തിന്റെ സർവായുധ വർഗത്തിന് സാധിക്കും. അപ്പം ഇനി പറയാൻ പോകുന്ന ഓരോ സർവായുധ വർഗവും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉപയോഗിച്ചാൽ, പിശാച് ഏത് ടൈപ്പിൽ പൊരുതിക്കോട്ടെ, ഏത് ടൈപ്പിൽ വീഴ്ത്താൻ നോക്കിക്കോട്ടെ, ഏത് ടൈപ്പിൽ പ്രവർത്തിക്കാൻ നോക്കിക്കോട്ടെ, നമുക്കതിനെ അതിജീവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അടുത്ത വചനം പറയുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. നമ്മുടെ ബാറ്റിൽ ഫിസിക്കൽ അല്ല, നമ്മുടെ ബാറ്റിൽ സ്പിരിച്വലാ. അതുകൊണ്ട് തന്നെ സ്പിരിച്വൽ ആയതുകൊണ്ട് എനിക്ക് മാനുഷികമായിട്ട് അറിയാവുന്ന അറിവിൽ നിന്ന് എനിക്ക് ഈ യുദ്ധത്തെ ജയിക്കാൻ സാധിക്കത്തില്ല. ഈ ഭൂമിയിൽ ജയകരമായ ഒരു ആത്മീക ജീവിതം നയിക്കണോ, അങ്ങനെയാണെങ്കിൽ ആത്മീകമായിട്ടുള്ള ആയുധങ്ങൾ എനിക്ക് മനസ്സിലാകണം. ഇംഗ്ലീഷ് ബൈബിളിൽ പറയാ, ഫോർ അവർ സ്ട്രഗിൾ ഇസ് നോട്ട് അഗെയിൻസ്റ്റ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. ഫിസിക്കൽ ഒപ്പനൻസ് അല്ല നമ്മുടെ. അപ്പുറത്തെ അയലോക്കംകാരൻ, വീട്ടുകാരൻ, അയാളല്ല നമ്മുടെ യുദ്ധം ചെയ്യുന്നത്. അമ്മായിയമ്മയോടല്ല യുദ്ധം, മരുമകളോടല്ല യുദ്ധം, ബോസിനോടല്ല യുദ്ധം, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി, ആ വ്യക്തിയോടല്ല യുദ്ധം. നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി, ആ വ്യക്തിയോടല്ല യുദ്ധം. നമ്മൾ മനസ്സിലാക്കണം, ഒരു ദൈവ പൈതലിന്റെ യുദ്ധം എപ്പോഴും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടാണ്. ലോകത്തിനൊരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിനോട് നമുക്കൊരു ഒരു യുദ്ധമുണ്ട്. അപ്പോൾ തന്നെ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന മുഴുവൻ പവേഴ്സ് ഓഫ് ഡാർക്ക്നെസ്, ഇരുട്ടിന്റെ അധികാരങ്ങളാണ് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെതിരെയാണ് നമ്മുടെ യുദ്ധം നടക്കുന്നത്. അപ്പൊ അത് ആത്മമണ്ഡലത്തിലെ യുദ്ധമായതുകൊണ്ട് എനിക്ക് ബുദ്ധിപരമായിട്ട് എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാം. ആ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആത്മാവിന്റെ യുദ്ധത്തിന് പ്രയോജനപ്പെടത്തില്ല. ആത്മാവിന്റെ യുദ്ധത്തിന് ഞാൻ ബുദ്ധിയിൽ അറിയാവുന്ന കാര്യം ഉപയോഗിക്കുമ്പം എന്റെ യുദ്ധം പരാജയത്തില്ല. യേശു പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആത്മാവിൽ യുദ്ധം ചെയ്യാനുള്ള കാര്യങ്ങളാണ് യേശു പഠിപ്പിച്ചത്. വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാം അതാണ്. ലേഖനങ്ങളിൽ നമ്മൾ പഠിക്കുന്നതും അതാണ്. ഈ എഫെസ്യൻ ലേഖനം മാത്രമല്ല, നിങ്ങൾ എവിടെയെല്ലാം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, എല്ലാ ആയുധങ്ങളും അപ്പോസ്തലന്മാര് പഠിപ്പിച്ചത് ജഡീകമായ ആയുധങ്ങളല്ല, ആത്മാവിന്റെ ആയുധങ്ങൾ. അപ്പൊ ആത്മാവിന്റെ ആയുധങ്ങൾ ഞാൻ തിരിച്ചറിയാത്തിടത്തോളം കാലം ഞാനത് ഉപയോഗിക്കത്തില്ല, എനിക്കതിന്റെ ഗുണം മനസ്സിലാകത്തില്ല. നമ്മൾ ഇവിടെ ആദ്യം ഒരു തീരുമാനത്തിൽ എത്തണം. എനിക്ക് ജഡപ്രകാരമായിട്ട് ഞാൻ ഈ പോര് പൊരുതിയാൽ ഇത് ഒരിക്കലും ജയിക്കത്തില്ല. ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന പലരും, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പരാജയമുള്ള പലരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ കരിയറിൽ പരാജയപ്പെടുന്ന പലരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പരാജയപ്പെടുന്ന പലരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധങ്ങളിൽ പരാജയപ്പെടുന്ന പലരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയാം, നിങ്ങൾ ജഡത്തിൽ എത്ര പൊരുതിയാലും നിങ്ങൾ അതിൽ ജയിക്കത്തില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും ജഡത്തിലാണ് പൊരുതുന്നതെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. നിങ്ങളോടായി സന്ദേശം വരുന്നത്, നിങ്ങൾ ജഡത്തിൽ അത് എത്ര പൊരുതിയാലും നിങ്ങൾ ആ പോരിൽ ജയിക്കത്തില്ല. ഭർത്താവ് ഭാര്യയോട് പോരാടിയാലും ഭാര്യ ഭർത്താവിനോട് പോരാടിയാലും വാക്കുകൊണ്ട് പോരാടിയാൽ ജയിക്കാൻ പോകുന്നില്ല. കുടുംബജീവിതം ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന ശുശ്രൂഷകര്, നിങ്ങൾ ജഡത്തിൽ പോരാടിയാൽ ഒരു സഭ വിജയിക്കത്തില്ല, ഒരു ശുശ്രൂഷ വിജയിക്കത്തില്ല. ആത്മാവിൽ ഉള്ള പോരാട്ടം മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായ വിജയം നൽകത്തുള്ളൂ. അതുകൊണ്ട് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ കേൾക്കുക, ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുക. അടുത്ത വാക്യം, 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്,
അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ച് നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. ഇവിടെ ദുർദിവസം എന്ന ഒരു ദിവസത്തെ കുറിച്ച് പറയുന്നുണ്ട്. Now, English Bible ഇങ്ങനെയാ പറയുന്നത്, therefore put on the complete armor of God so that you will be able to successfully resist and stand your ground in the evil day. ഞാനിത് ഈ ഈവിൾ ഡേ എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുക. ദുർദിവസം എന്ന് ബൈബിൾ ഒരു ദിവസത്തെ കുറിച്ച് പറയുന്നുണ്ട്. ദുർദിവസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് an unlucky day, ഭാഗ്യമില്ലാത്ത ഒരു ദിവസം, അങ്ങനത്തെ അർത്ഥത്തിലല്ല പറഞ്ഞേ. ഈവിൾ ഡേ, ഈവിൾ എന്ന് വെച്ചാൽ ഒരു പിശാച് ഒരു വീണ്ടും ജനിച്ച ദൈവ പൈതലിനെ വീഴ്ത്താൻ നോക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്, ചില ദിവസങ്ങളുണ്ട്. Now, പൊതുവിൽ there are certain evil days. പൊതുവിൽ അതെല്ലാവരെയും ഒരുപോലെ ബാധിക്കും. അപ്പോൾ തന്നെ ഓരോ വ്യക്തികൾ, ഓരോ വീണ്ടും ജനിച്ച ദൈവ പൈതലിന്റെ കാര്യത്തിൽ അവർക്ക് ചില ജീവിത സാഹചര്യങ്ങളിൽ there may be certain evil days where the devil is trying to fight against you. Now, ഇവിടെ നമ്മൾ ഈ വചനം എല്ലാം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ആദ്യം 10 തൊട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നിങ്ങൾ എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യു എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്ന അർത്ഥത്തിലല്ല ഇംഗ്ലീഷ് ബൈബിൾ പറഞ്ഞത്. യു ഷുഡ്, ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ട് ഇത് എടുക്കാനാ പറഞ്ഞത്. ഇത് കൂട്ടത്തിലുള്ള ആയുധമല്ല. ആയുധം എന്ന് പറയുമ്പോൾ തന്നെ അത് ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ഇടാനുള്ളതാണ്. ഒരു കൂട്ടത്തിൽ 10 പേരുണ്ട്, 10 പേര് ഒരുമിച്ച് പോകുമ്പം നിങ്ങൾ പൊതുവിൽ ആയുധം എടുത്തോണ്ട് പോകുന്ന കാര്യം അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓരോ വ്യക്തിയും ഇടുന്ന ആയുധത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സർവായുധ വർഗം എന്തിനാണ് ധരിക്കേണ്ടത്? ദുർദിവസം. There will always be an evil day. ആ ഈവിൾ ഡേയില് പിശാച് അവന്റെ കരുക്കൾ നീക്കാനായിട്ട് നോക്കുന്ന ചില ദിവസങ്ങളുണ്ട്, ചില സമയങ്ങളുണ്ട്. അത് എല്ലാ വിശ്വാസിയുടെയും ജീവിതത്തിൽ ഓരോ സമയങ്ങളിൽ വരും. ഞാൻ വീണ്ടും പറയാം, അത് രോഗമോ ഇല്ലായ്മയോ ദാരിദ്ര്യമോ ഒന്നും അല്ല. ആദ്യം നമ്മൾ അത് മനസ്സിലാക്കും. Devil will always try to strategize. ചില കാര്യങ്ങൾ അവൻ പ്ലാൻ ചെയ്യും ഒരാളുടെ വിശ്വാസത്തിൽ നിന്ന് അവരെ പുറകോട്ട് വലിക്കാനായിട്ട്. അതിനെ നമ്മൾ അതിജീവിക്കണമെങ്കിൽ നമ്മൾ സർവായുധ വർഗം ധരിക്കുന്നവരായിരിക്കണം. ഏതെങ്കിലും ഒരു ദിവസത്തിലല്ല, വി ഹാവ് ടു ബി റെഡി. അതുകൊണ്ടാണ് ഒരിടത്ത് വചനം പറയുന്നത്, സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കണം. ഏത് സമയത്തും ഒരു വിശ്വാസി ആയുധവർഗം ധരിച്ചവനായിരിക്കണം. യു ഷുഡ് ബി റെഡി ഫോർ ദ ബാറ്റിൽ. ഞാൻ വീണ്ടും പറയാം, ബാറ്റിൽ ഫിസിക്കൽ അല്ല, ഇത് ആത്മീകമായിട്ടുള്ള ഒരു പോരാട്ടമാണ്. നോ, അവിടെ വചനം പറയാണ്, 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് 6 കാര്യങ്ങൾ, ഇവിടെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 6 കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകും. ഈ 6ഉം നിങ്ങളുടെ ഉള്ളിൽ ഒരു ചിത്രം വരണം. ഇനി പറയാൻ പോകുന്ന ഈ 6 കാര്യങ്ങളും നമ്മൾ ഒരു യുദ്ധവീരൻ ധരിച്ചിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു കാഴ്ചപ്പാട് വരണം. ഞാൻ അതിന് നിങ്ങളെ ഒന്ന് സഹായിക്കാനായിട്ട് ഞാനൊരു പിക്ചർ ഇപ്പൊ കാണിക്കാം. ആ പിക്ചർ നിങ്ങൾ കണ്ടതിന് ശേഷം ഞാനിത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ചിത്രം നിങ്ങൾ നോക്കിയാൽ ഇവിടെ നിങ്ങൾക്ക് 6 കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഹെൽമെറ്റ് ഉണ്ട്, ബ്രസ്റ്റ് പ്ലേറ്റ് ഉണ്ട്, കയ്യിൽ ഷീൽഡ് ഉണ്ട്, ഒരു ബെൽറ്റ് ഉണ്ട്, കത്തിയുണ്ട്, അപ്പോൾ തന്നെ ചെരുപ്പും ഉണ്ട്. ഈ 6 കാര്യങ്ങളും വചനം ആത്മീകമായിട്ട് നമ്മൾക്ക് നൽകിയിരിക്കുന്ന ആയുധ വർഗങ്ങളാണ്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് സർവായുധ വർഗം. ഇപ്പൊ നിങ്ങൾ കണ്ട ഈ 6 കാര്യവുമാണ് നമ്മളിപ്പോ സംസാരിക്കാൻ പോകുന്നത്.
അപ്പൊ ഈ 6 കാര്യം ഞാൻ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കണം, എങ്ങനെ അതൊരു യുദ്ധവീരൻ അതിനെ അണിയുന്നോ അതേ ലാഘവത്തോടെ കൂടെ നമ്മുടെ ആത്മാവിന്റെ മനുഷ്യൻ അത് ധരിച്ചവനായിരിക്കണം. അത് ധരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ യുദ്ധത്തിൽ ജയിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. 14-ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടി. അതാണ് വേസ്റ്റിലുള്ള ബെൽറ്റ്. So stand firm and hold your ground, having tightened the white band of truth. ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുക, പേഴ്സണൽ ഇന്റഗ്രിറ്റി ആൻഡ് മോറൽ കറേജ് അറൌണ്ട് യുവർ വേസ്റ്റ്. അരക്കച്ച, അരയിൽ കെട്ടുന്നത്. അത് വചനം പറയുക, നിങ്ങളുടെ അരയ്ക്ക് സത്യം. എന്താണ് സത്യം? ദൈവ വചനമാണ് സത്യം. യേശു പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പൊ ആ സത്യം നമ്മുടെ അരയിൽ കെട്ടിയിരിക്കണം. ഈ അരക്കച്ച എന്ന് പറയുന്നതിനകത്ത് ഒരു പ്രത്യേകത ഉണ്ട്. ലോയിൻസിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ ഉത്ഭവിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഒരിടത്ത് വായിക്കുന്നുണ്ട്, അബ്രഹാം ദശാംശം കൊടുത്ത സമയത്ത് ലേവി അവന്റെ ലോയിൻസിൽ ഉണ്ടായിരുന്നു, അവന്റെ അരക്കച്ചയിൽ. ഹി വാസ് there in his loins എന്ന് വചനം പറയുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഫലങ്ങളും, അഥവാ നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുന്ന എല്ലാ ഫലങ്ങളും എന്തിൽ നിന്നായിരിക്കണം? സത്യത്തിൽ നിന്നായിരിക്കണം പുറപ്പെടുന്നത്. ഇവിടെ ഇംഗ്ലീഷ് ബൈബിളിൽ അത് ഒന്നുകൂടെ പറയാണ്, പേഴ്സണൽ ഇന്റഗ്രിറ്റി ആൻഡ് മോറൽ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ സ്വഭാവ ശ്രേഷ്ഠത. അതാണ് പരിശുദ്ധാത്മാവിന്റെ ഫലം. വളരെയധികം നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ബലത്തെക്കുറിച്ച് കേട്ടതാണ്. സ്വഭാവ ശ്രേഷ്ഠതയായിരിക്കണം ഈ യുദ്ധം ചെയ്യുമ്പോൾ നമ്മുടെ അരക്കച്ചം. എന്ന് വെച്ചാൽ ആ അരയിൽ പരിശുദ്ധാത്മാവിന്റെ ഫലമായ സ്വഭാവം, ആ 9 ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. വചനം പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമെങ്കിൽ അവിടെ നിന്ന് ഉണ്ടാകുന്ന എല്ലാ ഫലങ്ങളും ഇറ്റ് വിൽ ബി ഇൻടാക്ട്. പിശാചിന് തൊടാൻ സാധിക്കത്തില്ല, അടുക്കാൻ സാധിക്കത്തില്ല. ഞാൻ പറയട്ടെ, കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതും അരയിൽ നിന്ന്, ലോയിൻസിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് എന്ന് വചനം പറയും. അപ്പം ലോയിൻസ് എന്ന് പറയുന്നത് പേഴ്സണൽ ഇന്റഗ്രിറ്റി ആണെങ്കിൽ, ക്യാരക്ടർ, സ്വഭാവ വിശേഷതയാണെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം പോലും ഈസ് ഇംപാക്റ്റഡ് ബൈ അവർ പേഴ്സണൽ ക്യാരക്ടർ. അതുകൊണ്ടാണ് സത്യം എന്ന അരക്കച്ച നമ്മൾ ധരിച്ചവരായിരിക്കണം. എന്താ ഗുണം? നമ്മുടെ കുഞ്ഞുങ്ങളായിക്കോട്ടെ, നമ്മുടെ മിനിസ്ട്രി ആയിക്കോട്ടെ, നമ്മുടെ ജോലി ആയിക്കോട്ടെ, നമ്മുടെ ബിസിനസ് ആയിക്കോട്ടെ, നമ്മൾ കൈയിട്ട് പ്രയാസപ്പെട്ട് ചെയ്യുന്ന എല്ലാത്തിൻ്റെയും ഫലം സത്യത്തിൽ നിന്നാണ് അത് പുറപ്പെടുന്നതെങ്കിൽ, സത്യം നിലനിർത്തിക്കൊണ്ടാണ് അത് പുറപ്പെടുന്നതെങ്കിൽ അതിനൊരിക്കലും നാശം ഉണ്ടാകത്തില്ല, അതിനെ പിശാചിന് തൊടാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ആദ്യം അര സത്യം കൊണ്ട് കെട്ടണം. അതിന്റെ കൂടെ തന്നെ ആ വാക്യം, 14-ാമത്തെ വാക്യം പറയാ, നീതി എന്ന കവചം ധരിച്ചു. ബ്രസ്റ്റ് പ്ലേറ്റ്. ഈ ഭാഗം എപ്പോഴും നീതി നിറഞ്ഞതായിരിക്കും. നീതി എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങൾ അവിടെ അത്യാവശ്യമാണ്. നീതി ബോധം വേണം, അപ്പോൾ തന്നെ നീതിയുള്ള ഒരു ഹൃദയവുമായിരിക്കണം. നമ്മൾ എപ്പോഴും ഈ ഭാഗം സൂക്ഷിക്കേണ്ടത് ദൈവത്തിന്റെ നീതിയില്ല. എനിക്ക് എപ്പോൾ ഇവിടെ ഒരു പ്രയാസം തോന്നുന്നു, എനിക്ക് എപ്പോൾ പരിശുദ്ധാത്മാവുമായിട്ട് ഉള്ള ബന്ധത്തിൽ എനിക്കൊരു പ്രയാസം തോന്നുന്നു, അപ്പോൾ തന്നെ ഞാൻ ഇവിടം ക്ലിയർ ചെയ്യണം. ഇവിടം എപ്പോഴും യേശുവിന്റെ നീതി കൊണ്ട് നിറഞ്ഞതായിരിക്കണം. അതുകൊണ്ടാണ് വചനം റോമർ 14:17 പറയുന്നത്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ദൈവരാജ്യം വസിക്കുന്നത് ഇവിടെയാ, നമ്മുടെ ഉള്ളിലാ വസിക്കുന്നത്.
അപ്പൊ ആ ദൈവരാജ്യം, വി നീഡ് ടു ബി ഇൻ ദ കിങ്ഡം. കിങ്ഡമിൽ ഇരിക്കണമെങ്കിൽ ദൈവനീതി അവിടെ വേണം, ദൈവനീതി അകത്ത് വസിക്കണം. അപ്പം ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എപ്പോഴും എന്നെ കൊള്ളത്തില്ല എന്ന് പറയുന്ന ഒരു ചിന്താഗതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും പിശാചിനെ എതിർക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ തന്നെ എപ്പോഴും തന്റെ ഹൃദയത്തെ, അതുകൊണ്ടാണ് സദൃശ്യവാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, സകല ജാഗ്രതയോടും നിന്റെ ഹൃദയത്തെ സൂക്ഷിച്ചു കൊള്ളുക, അതിൽ നിന്നല്ലോ ജീവന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പം ഈ ഭാഗം, എൻ്റെ ഹൃദയം എന്ന് വെച്ചാൽ എൻ്റെ ചിന്ത, എൻ്റെ ചിന്താഗതി എപ്പോഴും നീതി ഉള്ള ചിന്തകളായിരിക്കണം, നീതി ബോധം വേണം, നീതിയുള്ള ചിന്തയായിരിക്കണം. ഇറ്റ് ഹാസ് ടു ഹാവ് ഇന്റഗ്രിറ്റി. ഞാൻ ചിന്തിക്കുന്ന ചിന്തകൾ ദൈവവചനവുമായിട്ട് ലൈനപ്പ് ആകുന്ന ചിന്തകളായിരിക്കണം. എപ്പോൾ അതില്ലയോ, നീതി അവിടെ ഇല്ലയോ, ഞാൻ വേറൊരാൾക്കെതിരെ ചിന്തിക്കുമ്പോൾ അനീതിയായിട്ട് ചിന്തിച്ചാൽ പിശാചിന് ഈ ഭാഗം ഫ്രീയാ. നമ്മളിപ്പോ ഒരു യുദ്ധത്തിന് പോവുകയാണെങ്കിൽ ഓർത്തോണം, ഈ ഭാഗം നമ്മുടെ ഏറ്റവും ജീവൻ സൂക്ഷിക്കേണ്ട ഭാഗം. ഈ ഭാഗത്ത് ഒന്നും കൊള്ളരുത്. അതുകൊണ്ടാണ് പ്രത്യേക ഒരു ബ്രസ്റ്റ് പ്ലേറ്റ് എല്ലാ യുദ്ധത്തിന് പോകുന്നവരും വെച്ചിരിക്കുന്നത്. അപ്പം ബ്രസ്റ്റ്, ഈ ചെസ്റ്റിന്റെ സ്ഥലത്ത് ഇറ്റ് ഹാസ് ടു ബി പ്രൊട്ടക്റ്റഡ്. എന്തുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യണം? നീതി കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യണം. ദൈവിക നീതി. യേശു നമ്മളെ നീതീകരിച്ചിരിക്കുക തൻ്റെ നീതി കൊണ്ട്. പക്ഷെ ആ നീതിയിൽ നമ്മൾ വസിക്കണം. യേശു എന്നെ നീതീകരിച്ചിരിക്കുക, പക്ഷെ ഞാൻ മറ്റുള്ളവരോട് ചിന്തിക്കുന്ന ചിന്തകൾ നീതികെട്ട ചിന്തകളാ, അല്ലെ നീതി ഇല്ലാത്ത ചിന്തകളാ. അവിടെ എൻ്റെ നീതി നഷ്ടപ്പെടും. യേശു എനിക്ക് നൽകിയ അതേ നീതിയിൽ നിന്ന് ഞാൻ മറ്റുള്ളവരുടെ കാര്യവും അങ്ങനെ തന്നെ ചിന്തിക്കണം, ആ നീതി ബോധത്തിൽ വസിക്കണം. അപ്പോൾ തന്നെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു വീഴ്ച വരുമ്പോൾ, ആ നീതിയുടെ കാര്യത്തിൽ എനിക്കൊരു പ്രശ്നം തോന്നുമ്പോൾ അത് ഉടനെ ക്ലിയർ ചെയ്യണം. ഈ ശങ്കിന്റെ ഭാഗത്ത് എന്നാ പ്രശ്നം വന്നാലും അത് ഉടനെ ശരീരത്തെ ബാധിക്കും. അതുപോലെ തന്നെ ഈ ബ്രസ്റ്റ് പ്ലേറ്റ്, നീതി എന്ന കവചം. അടുത്ത വാക്യം, 15-ാമത്തെ വാക്യം ഇങ്ങനെ ആണ് പറയുന്നത്: സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും. അപ്പം എല്ലാ വീണ്ടും ജനിച്ച ദൈവമക്കളും ഓർത്തോണം, സുവിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സുവിശേഷമാണ്. അപ്പൊ ഓരോ ദൈവ പൈതലിന്റെയും റെസ്പോൺസിബിലിറ്റിയാ സുവിശേഷം. അല്ലാതെ ചുരുക്കം ചിലരുടെ മാത്രമല്ല സുവിശേഷം. സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരുക്കം എന്താണ്? സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരുക്കം, സുവിശേഷം അറിയിക്കാനുള്ള ഒരുക്കം. എല്ലാവരും പ്രാസംഗികരാകണമെന്നല്ല ഞാൻ പറഞ്ഞു. നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് സുവിശേഷം അറിയിക്കാനായിട്ട് സാധിക്കും. ഒരു വ്യക്തിയോട് നമുക്ക് സുവിശേഷം പറയാൻ സാധിക്കും. ഒരു വ്യക്തിക്ക് ഇതുപോലെയുള്ള ഒരു വീഡിയോ നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. ഒരു വ്യക്തിയെ നമുക്ക് ഒരു മീറ്റിങ്ങിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതെല്ലാം സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. ആ ഒരുക്കമുള്ള ഒരാളുടെ കാല് അത് മുന്നോട്ട് പോകും. നമ്മളെപ്പോഴും വെളിയിൽ പോകുമ്പോഴാണ് ചെരുപ്പിടുന്നത്. അപ്പൊ സുവിശേഷത്തിനുള്ള ഒരുക്കം ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ അവൻ എപ്പോഴും മുന്നോട്ട് പോകും. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ചെറിയ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, സുവിശേഷത്തിനു വേണ്ടി നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു പുരോഗമനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് നിങ്ങൾക്ക് പോകുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് സുവിശേഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം എപ്പോഴും, എല്ലാ ദിവസവും. അതൊരു ചെരുപ്പ് പോലെ, ആ ചെരുപ്പിടുന്നവൻ മുന്നോട്ട്. അപ്പൊ നമ്മൾ ചെരുപ്പിട്ടിട്ടാണ് മുന്നോട്ട് പോകുന്നത്. വീട്ടിൽ ഇരിക്കുമ്പം സാധാരണ ആരും ഷൂ ഇട്ട് വെളിയിൽ പോകത്തില്ല. വെളിയിലിടുന്ന ഷൂവും ചെരുപ്പും അവർ വീട്ടിൽ ഇരിക്കുമ്പോൾ ഇടത്തുമില്ല. ആ ചെരുപ്പും ആ ഷൂ ഇടുമ്പോൾ അവർ വെളിയിൽ പോവുക. ദേ പ്രോഗ്രസ് ഇൻ ലൈഫ്. അപ്പൊ സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കം ഒരാളുടെ കാലിൽ ഉണ്ടാകുമ്പോൾ ആ സുവിശേഷത്തിനുള്ള ഒരുക്കമാണ് കാലിന്റെ ചെരുപ്പ്. ഓരോ ദിവസവും ആ ഒരുക്കം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്തെങ്കിലും സുവിശേഷത്തിന് വേണ്ടി ചെയ്യണം. അതുകൊണ്ടാണ് യേശു
ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞ്, ഞാൻ നിമിത്തമോ സുവിശേഷം നിമിത്തമോ നിങ്ങൾ എന്തെങ്കിലും വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് 100 മടങ്ങ് അതിന്റെ പ്രതിഫലം ഉണ്ടാകും, മാത്രമല്ല നിത്യജീവൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു പുരോഗമനം അത് കൊണ്ടുവരും ഉറപ്പായിട്ടും. അപ്പൊ ഇത് ഓപ്ഷണൽ അല്ല. എല്ലാ ദൈവമക്കൾക്കും സുവിശേഷത്തിന്റെ ഒരു ഒരുക്കം വളരെ അത്യാവശ്യമാണ്. സുവിശേഷത്തിന്റെ ഒരുക്കമാണ് കാലിന്റെ ചെരുപ്പ്. അത് ഇപ്പൊ പലരും ജീവിതത്തിൽ പുരോഗമിക്കുന്നില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുരോഗമനവും ഇല്ല ബ്രദറെ. ഞാൻ നിങ്ങൾക്ക് ഒരു രഹസ്യം പറഞ്ഞുതരാം. നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തു നോക്കിക്കുക. യേശുവിന്റെ സുവിശേഷത്തെ അറിയിക്കാനായിട്ടോ യേശുവിന്റെ സുവിശേഷം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടോ എന്തെങ്കിലും ഒരു ചെറുവിരൽ ഒന്ന് അനക്കി നോക്കിക്കേ, നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗമനം ഉണ്ടാകും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നല്ല രണ്ടല്ല പലപ്പോഴായി ഞാൻ മനസ്സിലാക്കിയതും പലരുടെയും ജീവിതത്തിൽ കണ്ട് ഞാൻ മനസ്സിലാക്കിയതാ, സുവിശേഷത്തിനു വേണ്ടി ഒരു വ്യക്തി എന്തെങ്കിലും സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ അവരുടെ ജീവിതത്തിൽ പുരോഗമനം ഉണ്ടാകും. ഏത് മേഖലയിൽ? എല്ലാ മേഖലയിലും പുരോഗമനം ഉണ്ടാകും, എല്ലാ മേഖലയിലും. ബിക്കോസ് സുവിശേഷം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ടോ, എവിടെയെല്ലാം സുവിശേഷത്തിന് റിസപ്ഷൻ കിട്ടിയിട്ടുണ്ടോ, എവിടെയെല്ലാം സുവിശേഷം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ, ആ സ്ഥലങ്ങളിൽ എല്ലാം അഭിവൃദ്ധി നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ രാജ്യങ്ങൾ എടുത്തോ, ഏത് രാജ്യം വേണമെങ്കിലും, പല രാജ്യങ്ങളിലും, എല്ലാ രാജ്യങ്ങളും എവിടെയെല്ലാം സുവിശേഷത്തിന് സ്ഥാനം കൊടുക്കുന്നുണ്ടോ, ആ സുവിശേഷത്തിന് സ്ഥാനം കൊടുക്കുന്ന രാജ്യങ്ങളിലെല്ലാം, സ്ഥലങ്ങളിലെല്ലാം ഒരു പുരോഗമനം ഉണ്ടാകും. അതുപോലെ തന്നെ സുവിശേഷത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും പുരോഗമനം ഉണ്ടാകും. ഞാൻ വീണ്ടും പറയാം, എല്ലാവരും പ്രസംഗിക്കുന്നവരാകണമെന്നല്ല പറഞ്ഞു, എല്ലാവരും ഫുൾ ടൈം മിനിസ്ട്രി ചെയ്യണമെന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ സുവിശേഷത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം വലുതാ. ജീവിതത്തിൽ മുന്നോട്ട് ആയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം അടഞ്ഞിരിക്കുന്ന പോലെയാണോ തോന്നുന്നത്? ഒരു വാതിലും തുറക്കുന്നില്ല, എല്ലാം തടസ്സപ്പെട്ടാണോ നിൽക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് ഒരു രഹസ്യം പറയാം. യേശുവിന്റെ സുവിശേഷത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു നോക്കിക്കേ, നിങ്ങളുടെ ജീവിതത്തിൽ അതിന്റെ മാറ്റം നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് യേശു പറഞ്ഞ, ഒരാൾക്ക് തൻ്റെ ശിഷ്യനാണെന്ന് പറഞ്ഞ് ഒരു പാത്രം വെള്ളം കൊടുത്താൽ പോലും അതിന്റെ പ്രതിഫലം അവരനുഭവിച്ചിരിക്കുകയാണ്. ഒരു പ്രവാചകൻ എന്നുള്ള പേരിൽ ഒരാൾ സ്വീകരിച്ചാൽ ഒരു പ്രവാചകന്റെ പ്രതിഫലം അവനുണ്ടാകും. ഈ ഭൂമിയിൽ യേശുവിന്റെ സുവിശേഷമാണ് ഏറ്റവും വിലപ്പെട്ടത്. ആ സുവിശേഷത്തിന് ഈടായിട്ട് വേറെ ഒന്നുമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും നിങ്ങളുടെ ജീവിതത്തിൽ സുവിശേഷം അതിനുള്ള ഒരു ഒരുക്കം ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം, ചിലപ്പോൾ ഒരു ട്രാക്ട് കൊടുത്തതായിരിക്കും, അല്ലെങ്കിൽ ഒരാളോട് ഒരു കാര്യം വ്യക്തിപരമായി ഇരുന്ന് സംസാരിച്ചതായിരിക്കും, അല്ലെങ്കിൽ ഒരാൾക്കൊരു ഫോണിൽ ഒരു കൗൺസിലിംഗ് കൊടുത്തായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലൊരു വീഡിയോ ഒരാൾക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും, മീറ്റിങ്ങിന് കൊണ്ടുവരുന്നതായിരിക്കും. എന്തായിക്കോട്ടെ, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം, ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗമനം ഉണ്ടാകും. അവിടെ അതിനെ തുടർന്ന് പറയാണ്, സമാധാനത്തിന്റെ സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും എല്ലാറ്റിനും മീതെ. അപ്പൊ ഇതെല്ലാം ഒരുക്കാണ്. ഇത് കഴിഞ്ഞിട്ട് പറയാ എബോവ് ഓൾ. ഇംഗ്ലീഷ് ബൈബിളിൽ പറയാ എബോവ് ഓൾ, എല്ലാറ്റിനും മീതെ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ടും നിൽപ്പിൻ. വിശ്വാസം എന്ന പരിച. Above all, lift up the shield of faith. വിശ്വാസം എന്ന പരിച. ഇത് ഓരോ ദൈവമക്കൾക്കും വളരെ ഇമ്പോർട്ടന്റ്. ബിക്കോസ് പിശാചിന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് സംശയം ഇടുക എന്നുള്ളത്. നോക്കിയേ, ഇതിങ്ങനെ ആയതുകൊണ്ട് നീ ദൈവ പൈതലാണോ? അതുകൊണ്ടാണ് യേശുവിനോട് ചെയ്ത ആദ്യത്തെ പരീക്ഷണം തന്നെ സംശയമായിട്ട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ പറ.
അപ്പൊ എപ്പോഴും ഓർത്തോണം, ഈ ഈ ഈ ഈ വിശ്വാസം എന്ന പരിച വെച്ച് മാത്രമേ നമുക്ക് ഈ ദുഷ്ടന്റെ തീയമ്പുകളെ നമുക്ക് എതിർക്കാൻ സാധിക്കും. തീയമ്പുകൾ എന്ന് വെച്ചാൽ ഈ തീ പോലത്തെ സംശയം ഇങ്ങോട്ട് പിശാച് ഇടാൻ നോക്കുന്നു. നമ്മുടെ ചില സാഹചര്യങ്ങൾ കാണുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഉള്ള ചില അവസ്ഥകൾ കാണുമ്പോൾ പിശാച് ഉടനെ ഒരു തീയമ്പ് ചെയ്യാൻ നോക്കും. നോക്കിയേ, അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് നിന്നോട് ഇഷ്ടമില്ല, നിന്റെ അപ്പന് നിന്നോട് സ്നേഹമില്ല, അതുകൊണ്ടല്ലേ അങ്ങനെ നടക്കുന്നത്. പക്ഷെ അവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വിശ്വാസം എന്ന പരിചയം. എൻ്റെ അപ്പൻ എനിക്ക് നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും പിന്തുടരും. എനിക്കെതിരെ ഉണ്ടാകുന്ന ഒരായുധവും ഫലിക്കയില്ല. അത് വിശ്വാസത്താൽ പ്രഖ്യാപിക്കുമ്പോഴാണ് ആ തീയമ്പുകൾ നിർവീര്യമാകുന്നത്. അതാണ് വിശ്വാസം എന്ന പരിചയം. 17-ാമത്തെ വാക്യം പറയാണ്, രക്ഷ എന്ന ശിരസ്ത്രം, ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ. ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു എന്ന ബോധ്യം എപ്പോഴും എൻ്റെ തലയിൽ വേണം. ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്നുള്ള ബോധ്യത്തോടെ കൂടെ വേണം ഞാൻ ഓരോ ദിവസവും ജീവിക്കാൻ. നമ്മൾ ജോലിക്ക് പോകുമ്പോൾ, നമ്മൾ ബിസിനസ്സിന് പോകുമ്പോൾ, നമ്മൾ പല ലോകപ്രകാരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ എപ്പോഴും നമ്മുടെ തലയിൽ ഒരു ബോധ്യം വേണം, ഞാൻ രക്ഷിക്കപ്പെട്ടവൻ. നമ്മളൊരു ചായ കുടിക്കാൻ പോകുമ്പോൾ, നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോകുമ്പോൾ, നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് എപ്പോഴും ഒരു ബോധ്യം വേണം. നമ്മളൊരു കടയിൽ സാധനം മേടിക്കാൻ പോകുമ്പോൾ എപ്പോഴും ഒരു ബോധ്യം വേണം, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് എൻ്റെ നടപ്പ്, എൻ്റെ സംസാരം, എൻ്റെ നോട്ടം എല്ലാം സ്നേഹത്തോടെ കൂടെ ആയിരിക്കും. എൻ്റെ നടപ്പ് ഒരാൾക്ക് ഇടർച്ചയാകരുത്, എൻ്റെ നോട്ടം ഒരാൾക്ക് ഇടർച്ചയാകരുത്, എൻ്റെ സംസാരം ഒരാൾക്ക് ഇടർച്ചയാകരുത്. അതെപ്പോഴാണ് സംഭവിക്കുന്നതെന്നറിയാവോ? ഈ രക്ഷ എന്ന ശിരസ്ത്രം എപ്പോഴും ധരിക്കുമ്പോഴാണ്. എന്താ രക്ഷ എന്ന ശിരസ്ത്രം എന്ന് വെച്ചാൽ, എപ്പോഴും എനിക്കൊരു ബോധ്യമുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യമുണ്ട്. നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ, നിങ്ങൾ കോളേജിൽ പോകുമ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ എപ്പോഴും ആ ബോധ്യം നിങ്ങളെ നയിക്കണം, ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം കാണുന്ന ഒരാൾക്ക് ഇടർച്ച തോന്നാൻ പാടില്ല യേശുവിനോട്. ബിക്കോസ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഒരു ബോധ്യം നിങ്ങളുടെ ഹെൽമെറ്റ് വെച്ചാലും ഇല്ലെങ്കിലും ചിലപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാന്ന് അറിയാവുന്ന ഒരാൾ ആ കണ്ണില്ല നിങ്ങളെ കാണുന്നത്. അപ്പൊ നമ്മളുടെ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അവർക്കൊരു ഒഫൻസായി പോകാതെ ഇരിക്കാനായിട്ട് നമ്മൾ സൂക്ഷിക്കണം. ചിലപ്പോൾ നമ്മുടെ ആ പെരുമാറ്റം ഒരുപക്ഷെ അവർക്ക് സുവിശേഷത്തോടുള്ള ഒരു വാഞ്ചയെ തന്നെ ചിലപ്പം കെടുത്തിക്കളയും. അവരിന്ന് രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരിക്കും, പക്ഷെ അവർക്കൊരു സന്ദർശന ദിവസം വരും. ആ സന്ദർശന ദിവസത്തിൽ അവരത് ഓർക്കും. അതുകൊണ്ട് എപ്പോഴും ദൈവ പൈതൽ ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ, രക്ഷ എന്ന സ്ഥിരസ്ത്രം എന്ന് വെച്ചാൽ ഞാൻ രക്ഷിക്കപ്പെട്ടതാണ് എന്നുള്ള ബോധ്യത്തോടെ കൂടെ വേണം നടക്കുവാനായിട്ട്. രക്ഷ എന്ന സ്ഥിരസ്ത്രം കഴിഞ്ഞതിന് ശേഷം ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. ആൻഡ് ദ സ്വാർഡ് ഓഫ് ദ സ്പിരിറ്റ് which is the word of God. ഈ sword of the spirit, വാള്, ആത്മാവിന്റെ വാൾ എന്ന് പറയുന്നത് ദൈവവചനമാണ്. ഈ ദൈവവചനം പഠിക്കുകയും ഇത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രമേ ഈ വാള് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ ഇതുവരെ നമ്മൾ കേട്ട എല്ലാ ആയുധങ്ങളും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. പക്ഷെ ആത്മാവെന്ന വാളാണ് നമുക്ക് എതിരിയെ വീഴ്ത്താനായിട്ട് ഉപയോഗിക്കുന്ന ആയുധം. ഇതെല്ലാം ഡിഫൻസാണ്, ബാക്കിയുള്ളതെല്ലാം ഡിഫൻസാണ്.
പക്ഷേ ഒഫൻഡ് ചെയ്യാനായിട്ട്, മുന്നോട്ട് ടെറിട്ടറി പിടിക്കാനായിട്ട്, മുന്നോട്ട് പുരോഗമിക്കാനായിട്ട്, ജയിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് വാൾ. വചനം പറയാ ആത്മാവിന്റെ വാൾ. ആത്മാവിന്റെ വാൾ എന്നതാണ്? ദൈവവചനമായ ആത്മാവിന്റെ വാൾ. ആ വചനം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ വചനം കൊണ്ടാണ് നമ്മൾ പിശാചിനെ ജയിക്കുന്നത്. വചനം എന്നത് വാള് പോലെയാണ്. അപ്പൊ നിങ്ങൾ ഓർത്ത് വയ്ക്കണം. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് വചനം ഇരുവായ്ത്തലയുള്ള വാളാണ്. അത് ഏത് സ്ഥലത്തും കടന്നു ചെല്ലാൻ ശക്തിയുള്ളതാണ്. പിശാചിന് ഒരിക്കലും ദൈവവചനത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് യേശുവിനെ പരീക്ഷിച്ചപ്പോൾ 3 പരീക്ഷണത്തിനും യേശു ദൈവവചനമായ വാളാണ് താൻ ഉപയോഗിച്ച് പിശാചിനെ ജയിച്ചത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളും ഞാനും എത്ര അധികം ദൈവവചനമായ വാള് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവവചനത്തിന്റെ വാളായ ദൈവവചനത്തെ നമ്മൾ ഉപയോഗിക്കണം. പ്രതിസന്ധി വരുമ്പോൾ വചനമാണ് അവിടെ നമുക്ക് പരിഹാരം നൽകുന്നത്. നമ്മൾ ഉൽപ്പത്തിയിൽ വായിക്കുമ്പോൾ സകലതും ഇരുട്ടായിരുന്നപ്പോൾ ദൈവം പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ. ആ വചനത്തെ പരിശുദ്ധാത്മാവ് പ്രവർത്തിപ്പിച്ചു. വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ് ആ വചനം വന്നപ്പോൾ ആ വചനത്തെ വർക്ക് ചെയ്തു. അതാണ് ആത്മാവിന്റെ വാൾ എന്ന് പറയുന്നത്. വചനം എവിടെ വരുന്നോ അവിടെ ആത്മാവ് പ്രവർത്തിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏത് പ്രതിസന്ധിയുടെ മുന്നിലും നമുക്കതിനെ ജയിക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്ന ഒരു ആയുധമാണ് ദൈവവചനം. ആ വചനത്തെ നമ്മൾ പഠിക്കുകയും അതിനെ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യണം. ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിലും ഇല്ല എന്നെക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ മാത്രമേ സംഭവിക്കത്തുള്ളൂ എന്ന് പറയാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. ആത്മാവിന്റെ വാളായ വചനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ പിശാചിന് ഒരിക്കലും നമ്മളെ എതിർത്ത് നിൽക്കുവാനായിട്ട് സാധിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് പറയുകയാണ് സകല ജാഗ്രതയോടും നമ്മൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുക്കുന്നില്ല. അവിടെ 2 തരത്തിലുള്ള പ്രാർത്ഥനയുണ്ട്. ഒന്ന് വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. 2 പ്രാർത്ഥനയിലും മുട്ടിരിക്കും. അപ്പോൾ തന്നെ മനസ്സുപയോഗിച്ചുള്ള പ്രാർത്ഥനയുണ്ട്, ആത്മാവിലുള്ള പ്രാർത്ഥനയുണ്ട്. ഇത് രണ്ടും ഒരു വീണ്ടും ജനിച്ച ദൈവ പൈതലിന് വളരെ അത്യാവശ്യമാണ്. ഇത് രണ്ടും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉള്ളപ്പോഴാണ് അവൻ ഫുള്ളായിട്ട് ആയുധവർഗം ധരിച്ചവനായി അവന് പിശാചിനെ എതിർത്ത് നിൽക്കുവാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പിശാചിന് വീഴ്ത്താൻ സാധിക്കത്തില്ല. പിശാച് തന്ത്രപരമായിട്ടായിരിക്കും പലപ്പോഴും വീഴ്ത്താൻ നോക്കുന്നത്. പക്ഷേ ഈ 6 ആയുധങ്ങൾ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ ദൈവ പൈതലിനെ ഒരിക്കലും പിശാചിന് വീഴ്ത്താൻ സാധിക്കത്തില്ല. പ്രിയപ്പെട്ടവർ, ഒരിക്കലും വീഴ്ത്താൻ സാധിക്കത്തില്ല. എല്ലാ ദിവസവും ഒരു ദൈവ പൈതൽ യു ആർ ഇൻ എ ബാറ്റിൽ. ഇത് മനസ്സിലാതെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മളിത് ഉപയോഗിക്കാതെ നമുക്കിത് ജയിക്കാൻ പറ്റത്തില്ല. ഞാൻ പറയുന്ന ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ അതിനകത്ത് എക്സ്പേർട്ട് ആകണമെന്നല്ല പറഞ്ഞത്. പക്ഷെ ഇന്ന് ഈ മെസ്സേജ് കേട്ടു, ഇതാദ്യം മനസ്സിലാക്കി, ഇതൊന്ന് ഗ്രഹിച്ചു, ഇത് ജീവിതത്തിൽ ഒന്ന് പ്രായോഗികമാക്കാൻ നോക്കി. ഒരു ദിവസം, ഒരാഴ്ച, ഒരു മാസം, 6 മാസം ഒക്കെ ആവുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാകാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ജീവിതം ഒരു വ്യത്യസ്തമായ ട്രാക്കിലോട്ട് പോകാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് പിടികിട്ടും. മുന്നേ ഉണ്ടാകുന്നത് പോലത്തെ അനുഭവങ്ങളല്ല, ഇപ്പോഴത്തെ അനുഭവങ്ങൾക്ക് ഭയങ്കര മാറ്റം സംഭവിക്കും.